തഗ് ലൈഫ് ഡയറക്ടർ മണിരത്നം. അത് കണ്ടാണ് ഞാൻ പോയത്. പിന്നെ എൻ്റെ സ്റ്റോറി, ഇതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് മണിരത്നം ആൻഡ് കമലഹാസൻ. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ കമലഹാസൻ, ചിമ്പു, തൃഷ, ജോജു ജോർജ്, ബാബുരാജ്, ഇവരെല്ലാവരും ഉണ്ട്. എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ 15 മിനിറ്റ് കൊള്ളാം. എൻ്റെ മ്യൂസിക് റഹ്മാൻ. അങ്ങേരെ അവസാനം ഒരാൾ ചാവാൻ കിടക്കുമ്പോൾ ചുമ്മാ പാട്ടും പാടി അങ്ങിരിക്കും. അപ്പോൾ ഭയങ്കര തോൽവിയായിരുന്നു. പിന്നെ ഇതിലുള്ള തൃശ്ശേര റോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ റോളിൻ്റെ പറ്റി ഞാനൊന്നും പറയാനില്ല. ആരും കമൻറ്റിലും വന്ന് പറഞ്ഞളയിൽ. പിന്നെ ഈ സിനിമയെ പറ്റി അടുത്തിനി എടുത്ത് പറയണമെന്ന് വെച്ചാൽ ഇതിനുള്ള ഫസ്റ്റ് 15 മിനിറ്റിൽ കമലഹാസൻ്റെ പാസ്റ്റാണ് കാണിക്കുന്നത്. അതൊക്കെ അത്യാവശ്യം തന്നെ. അതായത് കമലഹാസനെ ചെറുപ്പക്കാരനായിട്ട് കാണിക്കുന്ന ആ സീൻ, ആ സമയത്തുള്ള കുറച്ച് വെടിയേപ്പ് സീനൊക്കെ ഉണ്ട്. അതൊക്കെ പൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഈ സംഭവം ഡൽഹിയിൽ വെച്ചാണ് നടക്കണതെന്ന് പറയും, ഇടയ്ക്കിടയ്ക്ക് ബോംബെ എന്ന് പറയും. എനിക്കത് മനസ്സിലായില്ല. പിന്നെ ഹിന്ദിയിൽ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് സബ് ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത് തമിഴാണ്. അതുകൊണ്ട് ഹിന്ദി എനിക്ക് ഇറങ്ങിടാത്തതുകൊണ്ട് അതും എനിക്ക് മനസ്സിലായില്ല. പിന്നെ ക്ലൈമാക്സൊക്കെ ഭയങ്കര ശോകം. അതായത് 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കണമെന്നൊക്കെ മനസ്സിലായില്ല. ഇടയ്ക്ക് നേപ്പാളിലൊക്കെ പോകും, അവിടെ മഞ്ഞ് മലയൊക്കെ ഇടിഞ്ഞ് വീണ കുറച്ച് സീനൊക്കെ ഉണ്ട്. അതൊക്കെ വേണ്ടായിരുന്നു. പിന്നെ കമലഹാസൻ ഇന്ത്യൻ ടൂലുള്ള പോലെ ലുക്കുമാർ വരില്ല എന്നുള്ള, അല്ലാതെ അതേപോലത്തെ ഫൈറ്റൊക്കെ ഉണ്ട്, ഒറ്റയ്ക്ക് ഇടിച്ച് കയറണം. അങ്ങനെ ഒരു സിനിമ പൊട്ടും, കൺഫേം. അങ്ങനെ വേണമെങ്കിൽ പോയി കാണി. 2.25 മണിക്കൂറുണ്ട് കേട്ടോ. 250 to 300 കോടിയാണ് മുടക്കിയിരിക്കുന്നത്. കിട്ടാൻ യാതൊരുവിധ സാധ്യതയില്ല. ഓക്കെ, ബൈ.